ഹലോ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഇമോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതിൽ നിങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല എന്ന് കണ്ടാൽ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ അല്ലെങ്കിൽ ശീലിക്കൂ എന്നും ഈ ഒരു കാർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ മെസ്സേജായിട്ട് വരുന്നുണ്ട്. ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യപ്പെടുന്ന ഒരു കാർഡാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അടുത്ത് നിൽക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ലിബ്ര ആൻഡ് സ്കോർപ്പിയോ. കിങ് ഓഫ് കപ്സിന് ശേഷം നമുക്ക് കിട്ടിയത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ആരോ ഒരാൾ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളെ സമീപിക്കും. പ്രപ്പോസൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിസിപ്പേറ്റഡ് ഓഫേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാഷനുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക എന്നാണ് ഇവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. അക്വേറിയസ് ആൻഡ് പൈസിസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ചിലർക്ക് ഇന്നത്തെ ദിവസം ചില റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്ക്സ് ഒന്നും അൺനോട്ടീസ്ഡ് ആയിട്ട് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായി കൊളാബറേറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതിന് വിജയമായിരിക്കും റിസൾട്ട്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫൂൾ എന്ന് പറയുന്നൊരു കാർഡാണ്. ചില ആളുകൾ ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നാണ് ഇവിടുത്തെ മെസ്സേജ്. കേട്ടിട്ടില്ലേ, വിശ്വാസം രക്ഷിക്കും, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അതുപോലെ ഇനി അടുത്ത കാർഡ് നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. വീലാണ് കിട്ടിയിരിക്കുന്നത്. വീലെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചില കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാട്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട്, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പുരോഗതി തന്നെയാണ് എന്നാണ് ഈ വീല് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്. ഈ നമ്മുടെ ടാരറ്റിലെ വീലെന്ന് പറയുന്നത് കറങ്ങി 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 മുകളിലോട്ടാണ് പോകുന്നത്. അതായത് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ച് പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബോൾഡായിട്ട് മെച്ചുറായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങൾ മാറും. അതാണ് ഈ വീല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്നത് മൂണിൻ്റെ എനർജിയാണ്. മൂണ് പറയുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾ കാണുന്നതല്ല അതിൻ്റെ സത്യാവസ്ഥ എന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ചിന്തിക്കൂ, അല്ലെങ്കിൽ ഒരുപാട് കണ്ണുമടച്ചങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കൂ. ഇത് ഒറിജിനലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യം ഇതിനകത്തുണ്ടോ, ഞാൻ അത് അറിയേണ്ടതുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. മാത്രമല്ല നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ചില ഇല്യൂഷൻസ്, ഫിയർ, ആൻസൈറ്റി, സബ് കോൺഷ്യസ് മൈൻഡിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും, അത് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ആ കാർഡിൻ്റെ ഒരു എനർജി. അതിനുശേഷം നമുക്ക് അടുത്ത കാർഡ് ഏതാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡിനെ ഞാനൊന്ന് മറച്ചു വയ്ക്കാം. ഓക്കെ, സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചറാണ്. ഓക്കെ, ഭാവി എന്ന് പറയുന്നത് അതിൻ്റെ പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. സ്റ്റാർ എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ ആൻഡ് കണ്ടൻമെൻറ്റ്. ചില ആളുകൾക്ക് നല്ല പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഇന്നത്തെ ദിവസം. പോസിറ്റീവായിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇത് ചിലർക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എനർജിയിലോട്ട് വേണമെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. പോസിറ്റീവായിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും, ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. പിന്നെ എന്തെങ്കിലും
കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പർപ്പസായിട്ട് ചെയ്യണം. അതായത് തറോവായിട്ട് എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം നല്ല ക്ലാരിറ്റിയോടുകൂടി ചിന്തിച്ച് വിശ്വസിച്ച് മാത്രം ഇന്നത്തെ ദിവസം ചെയ്യൂ. ഓക്കെ, അങ്ങനത്തെ ഒരു മെസ്സേജും കൂടെ എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പർപ്പസായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി ചിന്തിച്ച് വിശ്വാസത്തോടു കൂടി എന്ത് കാര്യം ഇന്നത്തെ ദിവസം ചെയ്തിരുന്നാലും അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇന്ന് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് കാണില്ല. ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ വൈകുന്നേരം എടുക്കും, ഇല്ലെങ്കിൽ നാളെ രാവിലെ. ഓക്കെ, താങ്ക് യു.